ഹലോ ഡിയേഴ്സ്, ഐറിൻ ഫാഷൻ കോർണറിലേക്ക് എവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ തമ്പനയിൽ കാണുന്ന പോലെ സ്കാലപ്പ് നെക്കിൻ്റെ ഒരു സെക്കൻഡ് വേർഷനാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് വേർഷൻ കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടിട്ട് പോരേട്ടോ. അപ്പോൾ ഇവിടെ ഇതിന് ബേസിക്കായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ട ഒരു ക്യാൻവാസ് പീസാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു 4.5 ഇഞ്ചിലാണ് ഞാൻ അതിൻ്റെ ഒരു പീസായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ വേണ്ടുന്ന അളവാണ് നമ്മളിപ്പോൾ മാർക്ക് ചെയ്യുന്നത്. ഒരു 1/2 ഇഞ്ചിൽ ഞാൻ അവിടെ ഒരു ലെങ്ത്ത് വൈസ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് മേലേക്ക് ഒരു 13.5 ഇഞ്ചും കൂടി നമ്മൾ ടേപ്പിൽ അളന്നെടുത്തതിന് ശേഷം അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ശേഷം അവിടെ നമുക്ക് വിഡ്ത്തും കൂടി എടുക്കണം. അപ്പോൾ ഒരു സൈഡിൽ നമ്മൾ 3.5 ഇഞ്ചും, ഇപ്പോൾ ആ എടുക്കുന്ന 3.5 ഇഞ്ചാണ് ഞാനിപ്പോൾ അവിടെ മാർക്ക് ചെയ്ത് കാണിക്കുന്നത്. ഇനി അതിൻ്റെ താഴേക്ക് പോന്നിട്ട് നമുക്ക് എത്രയാണ് എടുക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ എടുത്ത മെഷർമെൻറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് അവിടെ എഴുതിയിട്ടിട്ടുണ്ട് കേട്ടോ, 3.5 ഇഞ്ച് എടുത്തിട്ടുള്ളത്. ഇനി അതിൻ്റെ നേരെ താഴോട്ട് പോന്നിട്ട് അവിടെ നമ്മളൊരു 1/2 ഇഞ്ചും കൂടിയാണ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു വി ഷേപ്പ് പോലെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതൊന്ന് സ്കെയിൽ വെച്ച് വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മൾ പോയിൻ്റ് ചെയ്ത പോയിൻറ്റ്സ് എല്ലാം ഒന്ന് സ്കെയിൽ വെച്ച് വരച്ച് കൊടുത്തിട്ട് വേണം അടുത്തൊരു സ്റ്റെപ്പിലേക്ക് കിടക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ അവിടെയും ഞാൻ സ്കെയിൽ വെച്ച് വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ആ വി ഒരു ഷേപ്പ് കൊടുക്കുന്നുണ്ടല്ലോ, അതിൻ്റെ അപ്പുറേക്ക് കണ്ടോ 1/2 ഇഞ്ചിൽ ഞാൻ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണേ. അതും സ്കെയിൽ വെച്ചൊന്ന് വരച്ചെടുക്കുകയാണ്. ക്ലിയർ ആയല്ലോ ഇത്രയും പറഞ്ഞത്? അപ്പോൾ അതൊരു ബാൻഡ് പോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ ഞാനിനി ഇപ്പോൾ കാണിക്കുന്ന രീതിയിൽ ഒന്ന് നിങ്ങൾ അതിനെ കട്ട് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ ഏകദേശം നമുക്ക് വേണ്ടുന്ന ആ ഒരു ലൈൻ കണക്കാക്കി കൃത്യമായി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം. ആ ലൈൻ നമുക്ക് അത്രയും മതി കേട്ടോ, ഒരു 3/4 ഇഞ്ച് വിട്ട് മതി. ഒന്നെങ്കിൽ 1/2 ഇഞ്ച് അല്ലെങ്കിൽ 3/4 ഇഞ്ച്, അതിൽ കൂടുതൽ നമുക്ക് അവിടെ വീതി കൊടുക്കണ്ട. ഓക്കെ, ഇനി നമുക്ക് ആവശ്യമായ ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നതാണ് ഈ കാണിക്കുന്നത്. മേലെ ആ ഒരു ബാൻഡ് പോലെയുള്ള ഒരു പീസ് അവിടെ നിർത്തിക്കോട്ടോ, എന്നിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ ഇതാ നമ്മൾ ഉള്ളിലൂടെ വരച്ചിരിക്കുന്ന ആ ലൈനിൽ കൂടി കൃത്യമായി നമ്മൾ കട്ട് ചെയ്ത് എടുക്കുകയാണ്. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കട്ട് ചെയ്യണേ. അപ്പോൾ ഈ 2 പീസ് നമ്മളൊന്ന് സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉള്ളിലത്തെ പീസ് നമ്മൾ കളഞ്ഞു, നമുക്ക് ആവശ്യമായ ആ ഒരു ബാൻഡ് പീസ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി അതിനെ ഇതുപോലെ ഒരു ലൈനിങ് പീസിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒന്ന് അയൺ ചെയ്തെടുത്തു. ചുറ്റും ഒന്ന് നമ്മളൊന്ന് മടക്കി അടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ എക്സ്ട്രാ നിൽക്കുന്ന പീസ് ഉണ്ടല്ലോ, അതൊന്ന് നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കി കളയാണ്. അവിടെ നല്ല ഭംഗിയാക്കി എടുക്കണമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു പരിപാടി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഭാഗം ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അത്രയും കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം അടുത്തത് എന്താണ് ചെയ്യണമെന്ന് നോക്കിയാലോ. മേലത്തെ പോർഷനെല്ലാം ക്ലിയർ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇതിപ്പോൾ നമുക്ക് ആവശ്യമായ പീസാണ്. അപ്പോൾ ഫ്രണ്ടിലെ കൈക്കുഴി അടക്കം വെട്ടി വെച്ചിരിക്കുന്ന ഒരു പീസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ആവശ്യമായ ഭാഗത്തേക്ക് നമ്മൾ ഈ കഴുത്തിൻ്റെ പീസ് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഈ രീതിയിലൊന്ന് വെച്ച് പിൻ ചെയ്ത് ഒന്ന് അച്ചാല പുച്ചാല ഞാൻ അടിച്ചു കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, അവിടെ ഇവിടേക്ക് ആയിട്ട് ഓരോ അടുപ്പ് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ആ ഒരു പീസിനെ ഒന്ന് അവിടെ സെറ്റാക്കി എടുത്തേക്കാണ്. ആ സെറ്റാക്കി എടുത്ത് കഴിയുമ്പോൾ നമുക്ക് ബാക്കിയുള്ള പോർഷൻ അടിക്കാനായിട്ട് കുറച്ചുകൂടി എളുപ്പമായിരിക്കുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ചെയ്തെടുത്തിരിക്കുന്നത്. ശേഷം ഇപ്പോൾ ഈ കാണിക്കുന്ന രീതിയിൽ ക്യാൻവാസിൻ്റെ തൊട്ടരികിലൂടെ നമ്മൾ ഒരു സൈഡ് കുറച്ച് അടിച്ച് നിർത്തി, പിന്നെ മറ്റേ സൈഡ് അടിച്ച് ഞാൻ ഫുള്ളായിട്ട് നമുക്ക് എത്രത്തോളം അടിച്ചെടുക്കണോ അത്രയും ഭാഗം ഞാൻ അടിച്ചെടുക്കുകയാണ്. നോർമലി ഞാൻ ഇങ്ങനെ തന്നെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാറുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്കും കാണിച്ചു തരാണ്. അപ്പോൾ ക്യാൻവാസ് നമുക്ക് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും നീങ്ങി പോകാതെ നമ്മുടെ ഒരു മനസ്സമാധാനത്തിന് കൃത്യമായി അടിച്ചെടുത്തു എന്ന് നമുക്ക് ഉറപ്പ് വരുത്താനായിട്ട് ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും എളുപ്പം. ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ നിങ്ങളും ഇതുപോലെയല്ല ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഓക്കെ, ഇനി നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ബാക്കിയുള്ള ആ ഉള്ളിലെ പോർഷൻ ഉണ്ടല്ലോ, അതൊന്ന് കട്ട് ചെയ്ത് ക്ലിയർ ചെയ്യുകയാണേ. അപ്പോൾ നമ്മൾ ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ആ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുന്നത്. ആ ഒരു പീസ് നമുക്ക് അവിടെ നിന്ന് ഒഴിവാക്കി കളയാനുള്ളതാണ്. അപ്പോൾ ഒഴിവാക്കി കളയുന്ന ആ പീസിനെ കളയണ്ട, ഒന്ന് മാറ്റി വെച്ചേക്ക്, നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഈ കാണിക്കുന്ന രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കണേ അവിടെ. ശേഷം നമ്മളിപ്പോൾ വെച്ചിരിക്കുന്ന ആ ഒരു ക്യാൻവാസിൻ്റെ പീസ് ഉണ്ടല്ലോ, ഒന്ന് മറച്ചിട്ട് ആ ബാൻഡ് നമുക്ക് ഈ കാണിക്കുന്ന രീതിയിലൊന്ന് ടോപ്പ് സ്റ്റിച്ചിട്ട് എടുക്കണം. ഓക്കെ, അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ടൊന്ന് ആ അരികത്ത് കൂടെ ടോപ്പ് സ്റ്റിച്ച് വെച്ച് അടിച്ചെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ ക്യാൻവാസ് അവിടെ ഉറച്ച് കിട്ടും, അവിടെ നിന്ന് ഇളകി പോകുന്നില്ല എന്നുള്ളൊരു ഉറപ്പ് കിട്ടുകയാണ് നമുക്കവിടെ. അപ്പോൾ അങ്ങനെ ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുകയാണ് കേട്ടോ. നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണേ. സൂപ്പർ നെക്കാണ്.
ഞാനിതുപോലെ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇപ്പോൾ ഇവിടെ നമ്മൾ വേറൊരു പീസ് വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ആ സ്കാലപ്പ് വരുന്നത് വേറൊരു പീസിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബേസ് പോർഷനാണ് ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ആ സ്കാലപ്പിനുള്ള പീസ് നമുക്ക് വേറെ മെറ്റീരിയലിൽ വേണ്ടോ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇവിടെ ഒന്ന് നമ്മളിങ്ങനെ മടക്കിയിട്ടിട്ട് ലെങ്ത്ത് എടുത്ത് നോക്കുകയാണ്. ഇവിടെ ഒരു 14 ഇഞ്ച് 14.5 ഇഞ്ചിൻ്റെ അവിടേക്ക് നമുക്ക് ലെങ്ത്ത് ആവശ്യമുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് കടത്തിയിട്ട് കട്ട് ചെയ്യാനായിട്ട് ഞാൻ 16 ഇഞ്ചാണ് ഇനി ഇപ്പോൾ എടുക്കുന്ന പീസിന് ലെങ്ത്തായിട്ട് എടുത്തിരിക്കുന്നത്. 1.5 ഇഞ്ച് വിഡ്ത്തും കൊടുക്കുന്നുണ്ട് അവിടെ. ഓക്കെ, അപ്പോൾ ആ 1.5 ഇഞ്ച് വിഡ്ത്ത് 16 ഇഞ്ച് ലെങ്ത്തിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ജസ്റ്റ് ഒരു സ്ക്വയർ പോലെ നമ്മൾ അവിടെ സ്കെയിൽ വെച്ച് വരച്ചെടുത്തിട്ടുണ്ട്. ആവശ്യമായ ഭാഗം മാത്രം വരച്ച് എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഉള്ളിൽ നമുക്ക് ചെറിയ ചെറിയ മെഷർമെൻറ്റ്സ് എല്ലാം മാർക്ക് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അതും കൂടി പറഞ്ഞുതരേ. ഇതിപ്പോൾ അതിൻ്റെ ലെങ്ത്ത് ഒന്ന് ഞാൻ ഏറോ ഇട്ട് വരച്ച് എത്ര മെഷർമെൻറ്റ് എടുത്തിട്ടുണ്ടെന്നുള്ള കൃത്യമായി നിങ്ങൾക്ക് അവിടെ എഴുതി കാണിക്കുന്നതാണ്. അപ്പോൾ 16 ഇഞ്ച് ലെങ്ത്തും 1.5 ഇഞ്ച് വിഡ്ത്തുമാണ് നമ്മൾ ഈ ഒരു ക്യാൻവാസിൻ്റെ പീസിന് എടുത്തിട്ടുള്ളത് അവിടെ. ഓക്കെ, അത് ഇത്രയും മനസ്സിലാക്കാനുള്ളൂ. ഒരുപാട് കൺഫ്യൂഷനായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ കട്ട് ചെയ്തെടുക്കാമെന്നാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ഇനി ഇതാ അവിടെ ഞാൻ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് എടുത്തിട്ടുണ്ട്. 1/2 ഇഞ്ച് ഗ്യാപ്പ് എടുത്തിട്ട് അതും ഒന്ന് സ്കെയിൽ വെച്ച് നമ്മൾ വരച്ച് കൊടുക്കുകയാണ്. പെന്ന് കൊണ്ട് വരയ്ക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, അപ്പോൾ 1/2 ഇഞ്ചിലും ഞാനവിടെ വരച്ചു എടുത്തിട്ടുണ്ട്. ഇനി ഇതാ 1.5 ഇഞ്ച് വിഡ്ത്തുള്ള റൗണ്ടുള്ള ഒരു കോർക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം സ്കാലപ്പിനൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ ഈ ഒരു കോർക്ക് തന്നെയാണ് യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ ആ ഒരു വിഡ്ത്ത് നമുക്ക് കൃത്യമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനിയുണ്ടല്ലോ നമ്മൾ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു പോർഷനിൽ നിന്ന് ഒരു 1 ഇഞ്ച് അല്ലെങ്കിൽ 1.5 ഇഞ്ച് 1.5 ഇഞ്ചോ 1 ഇഞ്ചോ ഗ്യാപ്പ് കൊടുത്തിട്ടാണ് നമ്മൾ ആ റിങ് വരച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ 1/2 ഇഞ്ച് വരച്ച സൈഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഉണ്ടല്ലോ, അവിടെ ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പിലൊന്ന് ലൈൻ ചെയ്ത് കൊടുത്തേക്കട്ടെ. ഈ കാണിക്കുന്ന രീതിയിൽ ഒന്ന് മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ലൈൻ ചെയ്ത് കൊടുത്തേക്ക്. പക്ഷെ നമ്മൾ കട്ട് ചെയ്യുന്നുണ്ടല്ലോ, ഈ കട്ട് ചെയ്യുന്നത് 1.5 ഇഞ്ച് വിഡ്ത്തിൽ തന്നെയാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ആദ്യം വരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന 1.5 ഇഞ്ച് വിഡ്ത്തിൽ തന്നെയാണ് കട്ട് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ എങ്ങനെയാണെന്ന് മാർക്ക് ചെയ്യുന്നതെന്നൊന്ന് ശ്രദ്ധിക്കണം. ഏത് സൈഡിൽ നിന്ന് നമ്മൾ മാർക്ക് ചെയ്ത് തുടങ്ങാമെന്നുണ്ടെങ്കിലും ആ ഒരു ഗ്യാപ്പ് ഇട്ടതിന് ശേഷം ആ ഒരു ഷേപ്പ് കൊടുക്കുക. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ ഈ വെച്ചിരിക്കുന്ന രീതിയിലൊന്ന് 1/2 ഇഞ്ച് വരുന്ന സൈഡിൽ 1/2 ഇഞ്ച് ഗ്യാപ്പ് കൊടുത്തിരിക്കുന്ന സൈഡിലെല്ലാം നമുക്ക് റിങ് വരയ്ക്കണ്ടേ. ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പായിട്ട് നമ്മൾ കൊടുത്ത ഒരു സൈഡ് ഉണ്ടല്ലോ, ആ സൈഡിലേക്ക് ഈ കാണുന്ന രീതിയിൽ കൃത്യമായി ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഓരോ ഹാഫ് ഷേപ്പ് നമ്മൾ വരച്ചെടുക്കുകയാണ്. ഓക്കെ, ഓരോ സ്കാലപ്പ് ആ ഒരു എന്താ പറയുക ആർച്ച് ഷേപ്പ് ഉണ്ടല്ലോ, ആർച്ച് എന്നാണ് പറയുന്നതിന്, ആ ഒരു ഷേപ്പ് നമ്മൾ ഇങ്ങനെ വരച്ചെടുക്കുകയാണ്. കൃത്യമായിട്ട് നമുക്ക് അങ്ങേയറ്റം വരെ വരച്ചെടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു ലൈനിൽ കൂടി കട്ട് ചെയ്യുകയാണ്. ഞാൻ കട്ട് ചെയ്യുന്നത് നിങ്ങളൊന്ന് കൃത്യമായി ശ്രദ്ധിച്ചേക്കട്ടോ. ആ ഒരു 1 ഇഞ്ച് നമ്മൾ ഗ്യാപ്പ് കൊടുത്തിരുന്നല്ലോ, ആ ഗ്യാപ്പ് കൃത്യമായി വിട്ടതിന് ശേഷമാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. രണ്ട് സൈഡിലും നമ്മൾ അതുപോലെ 1 ഇഞ്ച് ഗ്യാപ്പ് കൃത്യമായി ഇട്ടതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള പോർഷൻ കട്ട് ചെയ്തെടുക്കുന്നത്. കാണുന്നുണ്ടല്ലോ നിങ്ങൾക്ക്. ഇനി ഇതിപ്പോൾ 2 പീസും ഒന്നിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, അതിൻ്റെ നടുവിലൂടെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. 2 സൈഡിലേക്ക് വേണ്ടിയിട്ടുള്ള പീസാണല്ലോ നമ്മളിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനെ ഞാൻ ഈ കാണുന്ന രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്കിതിനെ വേറൊരു പീസിലേക്ക് വെച്ചിട്ട് ഒന്ന് അയൺ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ വേറൊരു കളറ് മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത്. അതിനിങ്ങനെ മറച്ചിട്ടതിന് ശേഷം ഞാൻ അതുമേ ഈ 2 പീസും ഈ രീതിയിലാണ് വെച്ച് കൊടുക്കുന്നത്. ഒന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പീസ് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 പീസിൻ്റെയും നല്ലപുറം ഉള്ളിലായിട്ടാണ് വന്നിരിക്കുന്നത്. എന്നിട്ട് ഈ ക്യാൻവാസിൻ്റെ മേലെ കൂടെ ഈ കാണുന്ന ഷേപ്പിൽ നമ്മൾ കൃത്യമായി ഇങ്ങനെ അടിച്ചു പോരാണ്. ഇത്രയും സ്പീഡിൽ എന്തായാലും നിങ്ങൾക്ക് അടിക്കാൻ പറ്റില്ല. ഞാനിപ്പോൾ കാണിച്ചപ്പോൾ അങ്ങനെ കാണിച്ചു പോയി എന്നേ ഉള്ളൂ. ഓക്കെ, ഇത് വീഡിയോ ആണല്ലോ. അപ്പോൾ അതുപോലെ നമുക്ക് ഈ 2 പീസിൻ്റെയും 2 സൈഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്കാലപ്പായിട്ട് വന്നിട്ടുള്ള സൈഡ് നമ്മൾ കൃത്യമായി അടിച്ച് തീർക്കാം. ഓക്കെ, ശേഷം ആ പ്ലെയിനായി കിടക്കുന്ന പോർഷൻ ഉണ്ടല്ലോ, അവിടെ നമ്മൾ ഒന്നും ചെയ്യേണ്ട. ഈ ഒരു ഡിസൈൻ വരുന്ന സൈഡ് മാത്രമാണ് കൃത്യമായി നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ശേഷം ഇതുപോലെ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുക. അതേ ഷേപ്പിൽ നമ്മളൊരു 1/4 ഇഞ്ച് ഗ്യാപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് അതായിരിക്കും എളുപ്പം. നമ്മൾ ഓരോന്നും കട്ട് ചെയ്തെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് നേരം പോവും. അപ്പോൾ ഈ കാണുന്ന രീതിയിൽ നമ്മുടെ കൈ ഒന്ന് ഫ്രീ ഹാൻഡായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ലൂസായി കൊടുത്ത് നമുക്ക് ഒറ്റയടിക്ക് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റാമെന്നുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി എളുപ്പമായിട്ട് വരുന്നത്. പിന്നെ ഈ കാണിക്കുന്ന രീതിയിൽ ഒന്ന് തലങ്ങനെ വിലങ്ങനെയൊക്കെ ചെറുതായിട്ട് നമ്മുടെ സ്റ്റിച്ചിങ്ങിലേക്ക് കൊള്ളാത്ത രീതിയിൽ നമ്മളൊന്ന് കട്ടിങ് ഇട്ട് കൊടുക്കാം കേട്ടോ.
അപ്പോൾ നമുക്ക് ആ ഒന്ന് മറയ്ക്കാനായിട്ട് ആ ഒരു പീസിനെ നമുക്ക് മറച്ചെടുക്കണമല്ലോ, അതിന് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. പിന്നെ ഇപ്പം ഞാൻ കട്ട് ചെയ്യുന്ന സൈഡിൽ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് കൊടുത്തിട്ട് കൃത്യമായി വരച്ച് നമ്മൾ ബാക്കിയുള്ള പോർഷൻ കട്ട് ചെയ്ത് കളഞ്ഞ് എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒരേ അളവിൽ നമുക്ക് അവിടെ ഒരു പീസായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അത്രയും ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് മറിച്ചെടുത്ത് അയൺ ചെയ്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അയൺ ചെയ്ത് കഴിഞ്ഞിട്ട് വേണ്ടോ സ്റ്റിച്ച് ചെയ്യാനായിട്ട്, എന്നാലാണ് നിങ്ങൾക്ക് ഈ കാണുന്നൊരു ഫിനിഷിങ് കിട്ടുള്ളൂ. അത് ഞാൻ പറയാതെ പോയാൽ നിങ്ങൾ പെട്ടെന്ന് അങ്ങ് ചെയ്തു പോവും, ഈ കാണുന്ന ഫിനിഷിങ് നിങ്ങൾക്ക് കിട്ടൂല. ഓക്കെ, ഇനി കഴുത്തിൻ്റെ ഭാഗത്ത് നമ്മൾ ആദ്യം വെച്ചൊരു പീസ് ഉണ്ടല്ലോ, അതൊന്ന് ഈ കാണുന്ന രീതിയിൽ ഒന്ന് പ്രസ് ചെയ്തടിക്കുക കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു പീസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതില്ലാതിരിക്കാനായിട്ട് ഇനി ഈ കാണുന്ന രീതിയിൽ നമുക്ക് ഈ പീസിനെ ഒന്ന് സെറ്റാക്കി കൊടുക്കണം. ഇതിപ്പോൾ ഞാൻ വെറുതെ ഒന്ന് വെച്ച് നോക്കിയതാണ്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളും ഒന്ന് വെച്ച് നോക്കുക ആദ്യം, ഇതെങ്ങനെയാണ് നമുക്ക് സെറ്റാക്കി എടുക്കാൻ പറ്റുന്നതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഒന്ന് വെച്ച് നോക്കി പിൻ ചെയ്തെല്ലാം കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് കൃത്യമായ ഒരു അളവ് കിട്ടും. ഇന്ന പോലെ വെക്കുമ്പോഴാണ് ഭംഗി. അതായത് രണ്ട് സൈഡും ഒരേപോലെ നമുക്ക് ഷേപ്പ് കിട്ടുന്ന രീതിയിൽ നമ്മളൊന്ന് സെറ്റാക്കി വെച്ച് കൊടുത്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്യുക. ഓക്കെ, പറഞ്ഞത് മനസ്സിലായല്ലോ? അപ്പോൾ ഒരു പീസ് ഞാൻ ആദ്യം വെച്ച് കൊടുത്ത് ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് നോക്കി, അത് കഴിഞ്ഞ് അടുത്ത സൈഡും അതുപോലെ തന്നെ ആ ഒരു വി ഷേപ്പ് വരുന്ന രീതിയിൽ സെറ്റാക്കി വെച്ച് കൊടുത്തിട്ട് പിൻ ചെയ്തതിന് ശേഷമാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. പിന്നെ നമ്മൾ ഇത് കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം 3.5 ഇഞ്ചിൽ വിഡ്ത്ത് എടുത്തല്ലോ. അപ്പോൾ നമ്മൾ കണക്കാക്കേണ്ടത് ഈ ഒരു ബാൻഡ് പീസ് വെച്ച് വരുമ്പോൾ നമുക്ക് 1 ഇഞ്ച് എന്തായാലും ഉള്ളിലേക്ക് കയറിപ്പോവും. അപ്പോൾ 3.5 ഇഞ്ച് ആദ്യം നമ്മൾ വിഡ്ത്ത് എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ 2.5 ഇഞ്ച് വിഡ്ത്തായിരിക്കും നമുക്ക് നെക്കിന് കിട്ടാൻ പോകുന്നത്. അതൊന്ന് നിങ്ങൾ പ്രത്യേകം ഓർക്കണം കേട്ടോ കട്ട് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഈ സ്കാലപ്പിൻ്റെ പീസ് ഈ കാണിക്കുന്ന രീതിയിൽ ആ സെൻറ്റർ പോർഷനിൽ നിന്നാണ് ഞാൻ ഓരോ സൈഡിലേക്കും സ്റ്റിച്ച് ചെയ്ത് വരുന്നത്. ആദ്യം ഇപ്പോൾ സൂചി കുത്തി നിർത്തിയിരിക്കുന്ന പോർഷനിൽ നിന്ന് ഇപ്പറേ സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്ത് പോന്നു. ഒരു സൈഡ് ഫിനിഷ് ചെയ്തതിന് ശേഷമാണ് അപ്പുറേക്കുള്ള സൈഡ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് കഴുത്തിൻ്റെ ഭാഗമെല്ലാം നല്ല ക്ലീനായിട്ട് കിട്ടും. മെഷർമെൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നീങ്ങി പോകില്ല. കൃത്യമായി തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തീർക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ആ ഒരു കാര്യം ശ്രദ്ധിക്കണേ. പിന്നെ ഈ പീസ് ഉണ്ടല്ലോ, ഇത് നമ്മൾ ആദ്യം ഒന്ന് മാറ്റി വെച്ച പീസാണ്, സെൻറ്ററിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റി വെച്ച പീസാണ്. അപ്പോൾ അതിനെ കാണുന്ന രീതിയിലൊന്ന് അടിച്ച് ഒന്ന് പ്രസ് ചെയ്ത് അടിച്ചതിന് ശേഷം ഒന്ന് മറിച്ച് കൊടുക്കുക. ശേഷം അവിടെ നമ്മൾ 2 സൈഡിലും ഓരോ സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ, ഒന്ന് ഫിനിഷിംഗ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് നമുക്ക് ഇപ്പോൾ ആ കഴുത്ത് നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ നടുവിലേക്ക് വെച്ച് കൊടുക്കാനായിട്ടാണ്. ഇപ്പോൾ നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു കഴുത്തിൻ്റെ ഭാഗം ഭയങ്കര ഡീപ്പായിട്ടാണ്, ഭയങ്കരമായിട്ട് ഇറങ്ങിയാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കണം. അപ്പോൾ കഴുത്തിൻ്റെ ദേ ഇങ്ങനെ ഒന്ന് മടക്കി വെച്ച് നമ്മൾ എല്ലാ ഭാഗവും കൃത്യമല്ലേ എന്നുള്ളത് ഒന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്ത ലാസ്റ്റ് പീസ് ഉണ്ടല്ലോ അതിന് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് വെച്ച് സെറ്റാക്കി കൊടുത്തതിന് ശേഷം നമ്മളൊന്ന് ആ ഒരു സൈഡിൽ അടിച്ചെടുക്കുകയാണ്. ഇപ്പം ഞാൻ കാണിക്കുന്ന രീതിയിൽ ഒന്ന് നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് പോരെ. അത് നമുക്ക് ആ ഒരു സൈഡ് ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്തെടുക്കാം. ഇനി എങ്ങാനും ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്യേണ്ട ഒരു പ്രസ് ബട്ടണൊക്കെ വെച്ച് കൊടുക്കാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ പ്രസ് ബട്ടൺ വെച്ച് കൊടുത്ത് നിർത്തുകയും ചെയ്യാം കേട്ടോ ഒരു ഭാഗം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഈ ഒരു നെക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിരിക്കുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണേ. ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാതെ പോകരുത്. അതുപോലെ തന്നെ ആർക്കെങ്കിലും ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്തും കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്കിലുള്ള പോർഷൻ ഇങ്ങനെയാണ് വരുന്നത്. ആവശ്യമില്ലാത്ത ഭാഗം കട്ട് ചെയ്ത് മാറ്റുക. പിന്നെ നമ്മുടെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും വണക്കം.